ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നിലവിൽ നമ്മളോട് പറഞ്ഞേക്കുന്ന കംപ്ലൈൻറ്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ബാറ്ററി നിലവിലില്ല, അപ്പോൾ ഒരു കൺവെർട്ടർ വെച്ചിട്ട് ഇൻഡിക്കേറ്റർ ഹോണൊക്കെ വർക്കിംഗ് ആക്കാം. പിന്നെ ഫ്രണ്ട് മൺകാർഡ് പൊട്ടിയിട്ടുണ്ട്. അത് കമ്പനി ആയിട്ട് ഒറിജിനലിൽ വെക്കേണ്ട, കുറഞ്ഞത് വെച്ചാൽ മതി എന്ന് പറഞ്ഞ പകരം പുറമേ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം മേടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ജെനുവിൻ പാർട്സാണ് നമ്മൾ വെക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ അതിൻ്റെ കളർ ഫേഡായിട്ട് പോകും. പിന്നെ ഇൻഡിക്കേറ്റർ, ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററിൻ്റെ സ്റ്റേ മാത്രമായിട്ട് മാറ്റാൻ പറ്റും. അതായത് ആ കട്ട മാത്രമായിട്ട് നമുക്ക് അഴിച്ചു മാറ്റാം. പക്ഷേ ബാക്കിൽ ഒരെണ്ണം ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്, ഈ ലെഫ്റ്റ് സൈഡിൽ, ബാക്ക് സൈഡിൽ വന്നത്. അത് നമുക്ക് അസംബ്ലിയെ പടി മാറ്റാനേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കട്ട ഊരി പോരാതൊരു കണ്ടീഷനാണ്. അപ്പോൾ അത് മാറ്റി വെച്ചാലാണ് ക്ലിയർ ആവുള്ളൂ. അതും ഈ പറഞ്ഞ രീതിയുടെ പുറമേത് മേടിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഈ മോഡൽ ഇൻഡിക്കേറ്ററുകൾ ഇപ്പോൾ നിലവിലില്ല. അത് കമ്പനി ഓൾറെഡി ആ പാർട്സുകൾ, അമ്മാതിരി പാർട്സുകളൊക്കെ ബ്ലോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഒറിജിനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുമല്ല, നമുക്ക് വൈറ്റ് ഗ്ലാസ് വരുള്ളൂ. വെള്ള ഗ്ലാസ് പാഷൻ പ്രോയ്ക്ക് വന്ന മോഡൽ. അത് ചെയ്യുമ്പോൾ 4 എണ്ണം കൂടി മാറ്റേണ്ടി വരും. അപ്പോൾ അത് തൽക്കാലം അത് ചെയ്യണ്ട. കാരണം മാക്സിമം ചിലവ് കുറച്ച രീതിയിൽ ചെയ്താൽ മതി എന്നും പറഞ്ഞ പ്രകാരം നമുക്ക് ആ ഇൻഡിക്കേറ്റർ ഒരെണ്ണം പുറമേ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം മേടിച്ച് വയ്ക്കാം. അത് കൂടി വന്ന് 1 മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും സ്റ്റേ ഒടിഞ്ഞു പോകും. അത് അങ്ങനെയാണ്, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകളുടെ ക്വാളിറ്റി അത്രേ ഉള്ളൂ. പക്ഷേ വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് മേടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അത് പുറമേ നമ്മൾ മേടിച്ച് വെക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ഐറ്റം ഇല്ല, നമ്മുടെ കയ്യിൽ ജെനുവിൻ പാർട്സുകൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് പുറമെ ലോക്കൽ സ്പെയർ കടയിൽ നിന്ന് നമ്മളത് മേടിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒടിഞ്ഞു പോകുന്നുള്ള ദിവസത്തിൽ 100% ഉറപ്പാണ്. കൂടി വന്ന 1-2 മാസത്തിനുള്ളിൽ തന്നെ അത് സാധാരണ രീതിയിൽ ഒടിയാറുണ്ട്. ഞാൻ ഒടിഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സ്റ്റേ, ആ കട്ട മാത്രമായിട്ട് കമ്പനിയായിട്ട് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒടിയുന്ന കംപ്ലൈൻറ്റ് മാറിക്കോളും. പിന്നെ ഉള്ളത് നമുക്ക് ടാങ്ക് ബാഗ്, ടാങ്കിൻ്റെ മുകളിൽ ഒരു കവർ ഇടുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡ് ട്രസ്റ്റ് സൈഡ് ചെരിഞ്ഞങ്ങനെ ഫുഡ് ട്രസ്റ്റുകൾ വെൽഡ് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ബൾബ് മാറ്റിയിടുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അതിൻ്റെ ബ്രേക്കിൻ്റെ കേസൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് കംപ്ലൈൻ്റ് ആണ്, അതായത് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനില്ല എന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കംപ്ലൈൻറ്റ് ജോബ് കാർഡിൽ എഴുതിച്ചിട്ടില്ല. കാരണം ബ്രേക്ക് ഇത്രേ ഉള്ളൂ, ഒട്ടുമില്ല. ഇവിടേക്ക് നോക്കുന്ന സമയത്ത് മില്ലിങ് തിരിച്ചിട്ടേക്കണതാണ്, മാക്സിമം അഡ്ജസ്റ്റ് കഴിഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് വേറെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്രേക്കൊക്കെ ആ രീതിയിൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ ചെയിൻ ചെറുതൊരു ലൂസ് ഉണ്ട്, അത് നമ്മൾ ടൈറ്റ് ചെയ്ത് വിടാം. ഫുഡ് ട്രസ്റ്റിൻ്റെ കേസ് പറഞ്ഞാൽ ഈ ഫുഡ് ട്രസ്റ്റ് ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്നത് ഇച്ചിരി നേരെ വെച്ച് ചെയ്യാമെന്നുള്ളതാണ്. അത് വെൽഡിങ് പുറമെ കൊടുത്ത് നമുക്കത് ചെയ്യാം. പിന്നെ അതിൻ്റെ ഈ ഗ്യാപ്പൊക്കെ ഇച്ചിരി കൂടുതലുണ്ട്, അത് നമുക്ക് ഫുഡ് ട്രസ്റ്റിൻ്റെ തേമാനാണ്, അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ അത് കൂടാതെ കൊണ്ട് ഈ സൈഡൊക്കെ പോയിട്ടുണ്ട്. ഈ സൈഡൊക്കെ നമുക്ക് വെൽഡ് ചെയ്തിടുക. എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, പൊല്യൂഷൻ ടെസ്റ്റ് നടത്താനുള്ളതാണ്. അപ്പോൾ പൊല്യൂഷൻ ടെസ്റ്റ് നമ്മൾ നോക്കിയായിരുന്നു. പൊല്യൂഷൻ ടെസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഉള്ളത് ഹെഡ്ലൈറ്റ് അസംബ്ലി നമ്മൾ മാറ്റുന്ന, ഹെഡ്ലൈറ്റ് അസംബ്ലിയും ബൾബും നമ്മൾ മാറ്റുന്നുണ്ട്. ഈ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്ന് പിടിച്ച്, ഹെഡ്ലൈറ്റ് ഇതിവിടെ ഇതേപോലെ ക്ലിപ്പ് വെച്ചിട്ട് ഇവിടെ പിടിപ്പിക്കേണ്ടതാണ്. ആ സാധനം വൈസറിൽ നിന്ന് മൊത്തം പൊട്ടിപ്പോയേക്കണതാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് സ്റ്റോപ്പറൊന്നുമില്ല, പൊട്ടിയിട്ടുണ്ട്. അത് ഈ വൈസറിൻ്റെ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. വൈസർ ഹെഡ്ലൈറ്റ് അസംബ്ലി മാത്രമല്ല, വൈസറും കംപ്ലൈൻ്റ് ആണ്. പിന്നെ മാക്സിമം ലോ കോസ്റ്റ് ചെയ്യാൻ പറഞ്ഞ പ്രകാരം വൈസറൊക്കെ അത് തന്നെയാണ് വെക്കണത്. ഒരു ടൈ എന്തെങ്കിലും ഇട്ടിട്ട് കെട്ടി തൽക്കാലം ഡൈപ്പിൽ ഒപ്പിക്കാം, അതാണ് ചെയ്യാൻ പറ്റുക. ശാശ്വത പരിഹാരം പ്രതീക്ഷിക്കരുത്. കമ്പനി ജെനുവിൻ പാർട്സുകൾ മേടിച്ച് വെക്കുന്ന ആ ഒരു ക്വാളിറ്റി ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വെച്ചാൽ കിട്ടില്ല. കാരണം മൺകാർഡൊക്കെ ഈ വീല് വർക്ക് ചെയ്യുന്ന, ഷോക്ക് അബ്സർ വർക്ക് ചെയ്യുമ്പോൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അതിൻ്റെ അനുസരിച്ച് മൺകാർഡും വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. ആ ബ്രാക്കറ്റിൻ്റെ പൊസിഷൻ ചേഞ്ചിങ് അതിനേക്കാളും ഓവറായിട്ടുള്ള ഒരു ചാട്ടൊക്കെ ചാടണമെന്നുണ്ടെങ്കിൽ മൺകാർഡിൻ്റെ ഈ സൈഡ് ഇങ്ങനെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് വരും കേട്ടോ. നമ്മൾ പറഞ്ഞില്ല എന്ന് പറയരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒറിജിനൽ വെക്കണമെന്ന് വെച്ചാൽ. ഒറിജിനൽ ഏകദേശം ഒരു 800-900 വരും. മറ്റേതൊരു 10-400-450 അങ്ങോട്ടാണ് പുറമെ പാർട്സ് കടയിൽ കിട്ടുള്ളൂ. അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത്രയും കേസൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ ആ വർക്കുകൾ, ഇപ്പോൾ ഈ ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ബാക്കിത്തെ ഈ പറഞ്ഞിരിക്കുന്ന 1-2 പെയിൻറ്റ് ടച്ചിങ്ങിൻ്റെ കേസൊക്കെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ നമ്മൾ കൊടുത്തേക്കുന്നതാണ്. അത് ബാക്കിത്തെ നമ്മുടെ മെയിൻ്റെനൻസ് വർക്കുകൾ നമ്മൾ ചെയ്യാം. പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലെ കേസ് അവരുടെ ഗ്യാപ്പ് പോലെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തിരക്കാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് അവരുടെ ഗ്യാപ്പ് പോലെ, മാതിരി വർക്ക് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഗ്യാപ്പ് പോലെയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഇത്ര കേസ് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരുന്നത് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വണ്ടി നാളെ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഏകദേശം 2 മണി 3 മണിക്ക് ഉള്ളിലാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. കാരണം കുറച്ച് ലേറ്റായിട്ട് കയറിയണേ. ബാക്കിത്തെ എല്ലാ വണ്ടികളും തന്നെ ബുക്കിങ്ങിലാണ് നമുക്ക് കയറാം. അപ്പോൾ ആ ബുക്കിംഗ് വണ്ടികൾ കഴിഞ്ഞിട്ടാണ് ബാക്കിത്തെ തന്നെ വണ്ടി കയറുള്ളൂ. അതനുസരിച്ചിട്ട് നമ്മുടെ വണ്ടി കയറിയപ്പോൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടു. പിന്നെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല.
അപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നോക്കിയിട്ട് വിളിക്കാം കേട്ടോ. അപ്പോൾ നിലവിൽ വേറെ വർക്കുകളും മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റുകളും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മാത്രമാണ് നമ്മൾ ചെയ്യണത്. അതിൻ്റെ മാത്രം എസ്റ്റിമേറ്റാണ് നമ്മൾ പറയണത്. അത് മാത്രമാണ് നമ്മൾ ക്ലിയർ ചെയ്യണത് കേട്ടോ. ഓക്കെ.